ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്രയിൽ പണിതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ജലബോംബ് സൃഷ്ടിക്കുന്ന ചൈനീസ് ബുദ്ധിയെ ഇന്ത്യ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്. 1975-ൽ ചൈനയിലുണ്ടായ മഹാദുരന്തത്തെ വീണ്ടും വിളിച്ചു വരുത്തുന്ന ചൈനയുടെ ഡാം നിർമ്മാണം ഇന്ത്യക്ക് മാത്രമല്ല നമ്മുടെ ഭൂമിക്ക് പോലും വിനാശം വരുത്തുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. എന്തും കുഴിച്ചുമൂടി വെക്കാനും എന്തുണ്ടായാലും ആരെയും അറിയിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ചൈനീസ് തന്ത്രം ഇങ്ങോട്ട് വേണ്ട. അത് 4 ആയി മടക്കി തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ ജലബോംബുമായി എത്തിയിരിക്കുകയാണ് ചൈന. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ വിലയിരുത്താം. ചൈനയുടെ പുതിയ പദ്ധതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ ചൈനയുടെ തന്നെ മറ്റൊരു സൃഷ്ടിയും ചർച്ചയാകുന്നുണ്ട്. ചൈനയുടെ 3 ഗോർജസ് ഡാം എന്ന അണക്കെട്ടാണ് വലിയ ചർച്ചകൾക്ക് കാരണമായത്. അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് 3 ഗോർജസ് ഡാം എന്ന് നാസ പറയുമ്പോൾ ചൈനയുടെ ഡാം നിർമ്മാണം ലോകത്തിന് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം ബ്രഹ്മപുത്രയുടെ കുറുകെ ചൈന നിർമ്മിക്കാൻ പോകുന്ന പുതിയ ഡാം 3 ഗോർജസിനേക്കാൾ വലിപ്പമുള്ളതാണ്. ഇങ്ങനെയെങ്കിൽ പുതിയ ഡാം എന്തിനെയെല്ലാം സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 3 ഗോർജസ് അണക്കെട്ട് ഭൂമിയിൽ വളരെയധികം ഭാരം ചുമത്തുകയും അത് ഭൂമിയുടെ ഭ്രമണ വേഗത കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാനൊരു ഉദാഹരണത്തോടെ പറഞ്ഞുതരാം. കറങ്ങുന്ന ഒരു വസ്തു, അതായത് ഒരു ബോൾ ഇങ്ങനെ കറങ്ങുകയാണെന്ന് വിചാരിക്കാം. അതിന്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി ഭാരമുള്ള ഒരു കാര്യം വെച്ചാലോ ബോളിന്റെ കറക്കത്തിൽ ഒരു മാറ്റം വരും അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം 2 സെന്റിമീറ്റർ, അതായത് 0.8 ഇഞ്ച് അണക്കെട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. 2.3 കിലോമീറ്റർ നീളവും 115 മീറ്റർ വീതിയും 185 മീറ്റർ ഉയരവുമുണ്ട് ഈ അണക്കെട്ടിന്. 40 ട്രില്യൺ ഗാലൺ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവോയറിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ചൈന എന്ന കാര്യം പറഞ്ഞല്ലോ. ചൈനയിലെ ഏറ്റവും വലിയ ഡാമായ 3 ഗോർജസ് ഡാമിന്റെ 3 മടങ്ങ് ഊർജം തരുന്ന ഡാം ബ്രഹ്മപുത്ര നദിക്കരയിലാകും സ്ഥിതി ചെയ്യുക. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അണക്കെട്ടാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കാനൊരുങ്ങുന്നത്. 13,700 കോടി, അതായത് 137 ബില്യൺ യുവാൻ ചെലവിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ചൈനയുടെ ഈ ഡാം മാറും. 3 ഗോർജസ് ഡാമിന്റെ 3 മടങ്ങാണ് പുതിയ അണക്കെട്ടിന്റെ വലിപ്പം. ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം. 300 ബില്യൺ കിലോ വാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്നും നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. ഇത് 300 ദശലക്ഷം ജനങ്ങളുടെ വാർഷിക ഉപഭോഗത്തിന് പര്യാപ്തമാണെന്നും ചൈന കണക്കുകൂട്ടുന്നു. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് പോളിസി സ്റ്റോക്ക്ഹോം ഈ ഡാമിനെ പറ്റി നടത്തിയ പഠനപ്രകാരം ചൈനയുടെ അമിതമായ ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാനാകാത്ത രീതിയിൽ മാറ്റിമറിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിന് കാരണം ഭൂചലനത്തിനും മറ്റുമുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകർ പുറത്തിറക്കിയ പേപ്പർ അടിവരയിടുന്നു. ചൈനീസ് വാട്ടർ പ്രോജക്റ്റ് ഇൻ ടിബറ്റ് എന്ന പേപ്പർ എഴുതിയത് ആന്റോണിയ മെൻഡിസ് എന്ന ഗവേഷകയാണ്. വലിയ തോതിൽ വ്യാപിച്ചിട്ടുള്ള ജലസംഭരണികൾ അമിതമായ ജലബാഷ്പീകരണത്തിന് വഴിയൊരുക്കുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. തദ്ദേശീയ ജനതയെയും ഇത്തരം വമ്പൻ ഡാം നിർമ്മാണങ്ങൾ ബാധിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ടിബറ്റിലും മറ്റും സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ സ്ഥലങ്ങളും ഡാം നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയുടെ ഡാം നിർമ്മാണം നേരത്തെ തന്നെ വിവാദത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. 2021-ൽ ചൈനയിൽ പ്രളയം കടുത്തപ്പോൾ ഇത് സംബന്ധിച്ച വിമർശനങ്ങളും ഉയർന്നിരുന്നു. പ്രളയത്തിന്റെ ആക്കം ഇത്രയും കൂടിയത് ചൈന അടുത്ത കാലത്തായി വൻതോതിൽ ആക്രമണ ശൈലിയോടെ പൂർത്തീകരിച്ച അണക്കെട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വർധനവാണെന്ന് രാജ്യാന്തര പരിസ്ഥിതി വിദഗ്ധർ അന്ന് ആരോപണം ഉന്നയിച്ചു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രളയത്തിന് വഴിവെച്ചതെന്നും ഇത് ഒട്ടേറെ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്നുമായിരുന്നു ചൈനീസ് അധികൃതരുടെ പ്രതികരണം. ചൈനയുടെ ചരിത്രം വെള്ളപ്പൊക്കങ്ങളുടേതു കൂടിയാണ് എന്നതാണ് മറ്റൊരു കാര്യം. വേനൽക്കാലത്തിന് ശേഷം പെരുമഴയും അതും വലിയ പ്രളയം ഉണ്ടാക്കുന്ന ഭൂമിയാണ് ചൈന. 2021-ൽ പെയ്ത കനത്ത മഴ അടുത്ത കാലത്തെ ചൈന അഭിമുഖീകരിച്ച വലിയ വെള്ളപ്പൊക്കമായിരുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളായി പൊടുന്നനെ കുതിച്ചുയർന്ന വ്യാവസായിക വൽക്കരണ തോതും വനഭൂമി കൃഷിയിടമാക്കി മാറ്റുന്ന പ്രവണതകളും ഇതിന്റെ ആക്കം കൂട്ടിയെന്നായിരുന്നു അന്നത്തെ പെരുമഴയെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. ഡാമുകളുടെ നിർമ്മാണം കൂട്ടിയതും പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന സംഭവം തന്നെയാണ്. അന്നത്തെ പ്രളയത്തിൽ ധാരാളം ഡാമുകൾ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിലെ ഇന്നർ മംഗോളിയ മേഖലയിൽ 1.6 ട്രില്യൺ ക്യൂബിക് അടി സംഭരണ ശേഷിയുള്ള 2 ഡാമുകൾ പൊട്ടി തകർന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് വൈറലായിരുന്നു.
ഇതുകൂടാതെ വെള്ളം വഴിതിരിച്ചു വിടാനായി ചൈനീസ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ഡാമുകൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഹെനാനിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. 1975 സംഭവിച്ച ഡാം ദുരന്തത്തെ വർഷങ്ങളോളം ലോകത്തെ അറിയിക്കാതെ സൂക്ഷിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് സംഭവിച്ചില്ല എന്ന് വേണം എടുത്തു പറയാൻ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തമായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെനാനിൽ 1975 സംഭവിച്ചത്. ചൈനയുടെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിലൊന്നായ ടൈഫൂൺ നീനയാണ് ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചത്. 1.5 ലക്ഷത്തോളം പേർ ഇതിന്റെ ഫലമായി മരണമടഞ്ഞു. ചൈനയിലെ പ്രശസ്തമായ ബാൻക്യാവോ എന്ന വമ്പൻ അണക്കെട്ട് തകർന്നതാണ് ഇതിൽ ഏറ്റവും മാരകമായത്. അതായത് ഇവിടെയും തകർന്നത് അണക്കെട്ടാണെന്ന് ഓർക്കുക. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ മൂന്നാമത്തെ പ്രളയത്തിനും സംഭവം വഴിയൊരുക്കി. ചൈനയിൽ ഒഴുകുന്ന റൂ നദിയിൽ 1953 ബാൻകാവോ ഡാം പണിയുന്നത്. ചെയർമാൻ മാവോ സേതുങ്ങിന്റെ സർക്കാർ നടപ്പിലാക്കിയ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതിയുടെ ഭാഗമായുള്ള ത്വരഗതിയിലുള്ള വികസനങ്ങളുടെ ഭാഗമായിരുന്നു ബാൻകാവോ ഡാമിന്റെ നിർമ്മാണവും. ചൈനയിലെ പ്രധാന നദിയായ ഹുവാംഹെ അഥവാ മഞ്ഞ നദിയിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രളയം തടുക്കുക, പിന്നെ വൈദ്യുതി നിർമ്മാണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സോവിയറ്റ് സഹായത്തോടെ ഡാം രൂപകൽപ്പന ചെയ്ത് നടപ്പിൽ വരുത്തിയത്. 387 അടി പൊക്കവും 49.2 കോടി ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുമുള്ള ഡാം 1000 വർഷം വരെയുള്ള കാലയളവിൽ പോലും ഉണ്ടാകുന്ന വമ്പൻ പ്രളയങ്ങളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണെന്ന് ചൈനീസ് അധികൃതർ അന്ന് വിശ്വസിച്ചു പോന്നു. ആരാലും തകർക്കപ്പെടില്ലെന്ന അർത്ഥത്തിൽ ഉരുക്ക് അണക്കെട്ട് എന്ന പേരിലാണ് ബാൻകാവോ ഡാം അറിയപ്പെട്ടതുപോലും. എന്നാൽ കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല സംഭവിച്ചത്. 1975 ടൈഫൂൺ നീന പസഫിക് സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച് താമസിയാതെ ഹെനാനിൽ ആഗമനം നടത്തി. ആദ്യ ദിനം തന്നെ കനത്ത മഴ പ്രദേശത്ത് പെയ്തു. ഹെനാനിൽ സാധാരണഗതിയിൽ ഒരു വർഷം പെയ്യുന്ന മഴ ആ ഒരൊറ്റ ദിനത്തിൽ സംഭവിച്ചു എന്നാണ് കണക്കുകൾ. തുടർന്ന് 3 ദിനം നിർത്താതെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അണക്കെട്ടിൽ ജലനിരപ്പ് അപകടകരമായ തോതിൽ ഉയർന്നു. ഓഗസ്റ്റ് 8 തീയതി ഉച്ചയോടെ ബാൻകാവോ ഡാം തകർന്നു തുടങ്ങി. 33 അടി പൊക്കവും 11 കിലോമീറ്റർ വീതിയുമുള്ള വമ്പൻ ജലതരംഗം ഡാമിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് ജലം ഹെനാനിന്റെ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്. അണക്കെട്ടിനു സമീപമുള്ള ഡോവൻചെങ് എന്ന പട്ടണം ആദ്യം തന്നെ ജലത്തിന്റെ ക്രോധത്തിനിരയായി. അവിടെ വസിച്ചിരുന്ന 9600 പേർ കൊല്ലപ്പെട്ടു. ബാൻകാവോ അല്ലാതെ ഹെനാനിലെ 62 ഡാമുകൾ കൂടി ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴയിൽ തകർന്നു വീണു. മേഖലയിലെ രണ്ടാമത്തെ അണക്കെട്ടായ ഷിമന്തൻ ഡാമും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. 26,000 പേർ ഇതുമൂലമുണ്ടായ പ്രളയത്തിൽ മരിച്ചു എന്നാണ് കണക്ക്. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതമായി ഉണ്ടായ പകർച്ചവ്യാധികളും ക്ഷാമവും മൂലം 1.25 ലക്ഷത്തോളം ആളുകൾ കൂടി മരിച്ചതോടെ ദുരന്തം ഭീകരമുഖം കൈവരിക്കുകയായിരുന്നു. 1 കോടിയോളം ജനങ്ങളുടെ ജീവിതം ഈ ദുരന്തം കാരണം ബാധിക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അക്കാലത്ത് ഇന്നത്തെ പോലെ കുറ്റമറ്റ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. ഡാമുകളുടെ തകർച്ച ചൈനീസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ജലസംഭരണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിലവാരം നോക്കാതെയാണ് വമ്പൻ ഡാമുകൾ 60കളിൽ ചൈന നിർമ്മിച്ചതെന്ന് ആക്ഷേപമുയർന്നു. ഇതേ തുടർന്ന് രാജ്യത്തെ എല്ലാ ഡാമുകളുടെയും അതേപോലെ റിസർവോയറുകളുടെയും സാങ്കേതിക പരിശോധന സർക്കാർ നടത്തി. ബാൻകാവോ, ഷിമന്തൻ ഉൾപ്പെടെ അന്നു തകർന്ന പല ഡാമുകളും പിൻകാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടു. ചൈന മറക്കാൻ മടിച്ച ആ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈനയുടെ പുതിയ ഡാം നിർമ്മാണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള ഇന്ത്യ ചൈന അതിർത്തി മേഖലയിൽ ഇതുവരെ വിഭാവനം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈനീസ് സർക്കാർ നിർദ്ദേശിച്ചതിനു ശേഷം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു ജലബോംബ് നിർമ്മിക്കാനാണ് ചൈന പദ്ധതിയിടുന്നത് എന്നതായിരുന്നു ഇന്ത്യ ഉയർത്തിയ പ്രധാന വിമർശനം. അണക്കെട്ടിൽ നിന്ന് വലിയ അളവിൽ വെള്ളം തുറന്നുവിടുന്നത് അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ട് ഉണ്ടാക്കിയേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് യഥാക്രമം മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവും ഹിമന്ത ബിശ്വ ശർമ്മയും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. കിഴക്കൻ ടിബറ്റിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിയെക്കുറിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പിന്നാലെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു ആശങ്ക പ്രകടിപ്പിച്ചു. ബീജിംഗ് ഇതൊരു വാട്ടർ ബോംബായി ഉപയോഗിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഈ വിഷയത്തെ ആഗോള സമൂഹം പോലും വളരെ ഗൗരവത്തോടെ കൂടിയാണ് നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.